ജ്യേഷ്ഠൻ കുത്തേറ്റു മരിക്കുകയും ജ്യേഷ്ഠന്റെ ഭാര്യയെ ആക്രമിച്ച് പരിക്കേൽപ്പിക്കുകയും ചെയ്തെന്ന കേസിൽ അനുജന് ജീവപര്യന്തം കഠിന തടവിന് കോടതി ശിക്ഷിച്ചു. 2016 കേസിനാസ്പദമായ സംഭവം. പ്രോസിക്യൂഷന് വേണ്ടി സ്പെഷ്യൽ പബ്ലിക് പ്രോസിക്യൂട്ടർ അഡ്വക്കേറ്റ് പി ജയൻ ഹാജരായി. അഗളി നെല്ലിപ്പതി പുത്തൻ വീട്ടിൽ 45 വയസ്സായ പ്രഭാകരൻ കൊല്ലപ്പെട്ട കേസിലാണ് സഹോദരൻ 42 വയസ്സായ ശിവനുണ്ണിയെ മണ്ണാർക്കാട് പട്ടികജാതി പട്ടികവർഗ പ്രത്യേക കോടതി ജഡ്ജി ജോമോൻ ജോൺ ശിക്ഷിച്ചത്. ഇന്ത്യൻ ശിക്ഷാ നിയമം 302 വകുപ്പ് പ്രകാരം ജീവപര്യന്തം കഠിന തടവിനും 1 ലക്ഷം രൂപ പിഴയുമാണ് ശിക്ഷ. പിഴത്തുക അടയ്ക്കാത്ത പക്ഷം 2 വർഷം അധിക തടവ് അനുഭവിക്കണം. 308 വകുപ്പ് പ്രകാരം 5 വർഷം കഠിന തടവും 50,000 രൂപ പിഴയുമാണ് ശിക്ഷ. പിഴ അടച്ചില്ലെങ്കിൽ 1 വർഷം കൂടി കഠിന തടവ് അനുഭവിക്കണം. അടയ്ക്കുന്ന പിഴയിൽ നിന്ന് 50,000 രൂപ കൊല്ലപ്പെട്ടയാളുടെ ഭാര്യയ്ക്കും മകനും നൽകാനും ഉത്തരവിട്ടു. 2016 കേസിനാസ്പദമായ സംഭവം. കെട്ടിട നിർമ്മാണ തൊഴിലാളിയായ പ്രഭാകരൻ ജോലി കഴിഞ്ഞ് വീട്ടിലേക്ക് വരുന്നതിനിടെ വീടിനു സമീപത്തെ വഴിയിൽ വെച്ച് ശിവനുണ്ണി ആക്രമിക്കുകയും കുത്തി കൊലപ്പെടുത്തുകയുമായിരുന്നു. തടയാൻ ശ്രമിച്ച പ്രഭാകരന്റെ ഭാര്യ വിജയത്തിനെയും കുത്തി പരിക്കേൽപ്പിച്ചു. മരിച്ചത് എൻ്റെ അനിയൻ നിന്നാണ്. അപ്പോൾ ഇവൻ നാട്ടുകാർക്കും കുടുംബക്കാർക്കും വളരെ സജീവമാണ്. പക്ഷേ ഒരുപാട് ചെറുപ്പക്കാരൻ ഇവൻ കാരണം നശിക്കുകയും ആ കുടുംബത്തിലേക്ക് ആഴുകയായിരുന്നു. അതുകൊണ്ട് കോടതിയിൽ ഞാൻ തുടക്കത്തിൽ അവരെ കിട്ടിയ ശിക്ഷയ്ക്ക് ഞാൻ അവകാശപ്പെട്ട് ജീവപര്യന്തം തന്നെയാണ്. അത് ബഹുമാനപ്പെട്ട കോടതി അവർ കൊടുത്തു. ബഹുമാനപ്പെട്ട വക്കീലും അതിൽ ഞങ്ങൾക്ക് ഒരുപാട് ഞങ്ങൾക്ക് വേണ്ടി ഡിസ്കസ് ചെയ്തിട്ടുണ്ട്. വളരെ ഞാൻ കോടതിക്കും നമ്മുടെ വക്കീലിക്കും അതിന് പോയിട്ട് ശേഷം കടമപ്പെട്ടവരാണ് എനിക്ക് എന്നും. 2002 ഇവരുടെ അമ്മയും സഹോദരിയുടെ മകളും വിഷം കഴിച്ച് മരിച്ചിരുന്നു. ഇവർ മരിക്കാൻ കാരണം പ്രഭാകരനാണെന്ന വിരോധം കാരണമാണ് ശിവനുണ്ണി ഇദ്ദേഹത്തെ കുത്തി കൊലപ്പെടുത്തിയതെന്നാണ് കുറ്റപത്രത്തിലുള്ളത്. പ്രോസിക്യൂഷന് വേണ്ടി സ്പെഷ്യൽ പബ്ലിക് പ്രോസിക്യൂട്ടർ അഡ്വക്കേറ്റ് പി ജയൻ ഹാജരായി. ഈ കേസിന്റെ അന്വേഷണം നടത്തിയത് മുഹമ്മദ് ബഷീറാണ്. അദ്ദേഹം അന്ന് അഗളി CA ആയിരുന്നു. ഇപ്പോൾ കുന്നംകുളം ACP ആണ്. അതുപോലെ തന്നെ കേസിന്റെ അന്തിമ റിപ്പോർട്ട് സമർപ്പിച്ചത് അന്നത്തെ അഗളി CAയും ഇപ്പോഴത്തെ കൊണ്ടോട്ടി ACPയുമായ AM സിദ്ദിഖാണ്. ഈ കേസിൽ സാക്ഷികളെല്ലാം വളരെ കൃത്യമായി മൊഴി നൽകിയതിന്റെ അടിസ്ഥാനത്തിൽ പോസ്റ്റ്മോർട്ടം ചെയ്ത ഡോക്ടറുടെ മൊഴിയും അതുപോലെ തന്നെ പരിക്കുകളും ഈ മരിച്ച പ്രഭാകരന് പറ്റിയ പരിക്കുകളും ഈ കുത്താൻ ഉപയോഗിച്ച ആയുധം കൊണ്ട് തന്നെയാണ് ഈ പരിക്കുകൾ വന്നിട്ടുള്ളത് എന്ന ഡോക്ടറുടെ മൊഴിയും എല്ലാം ഈ കേസിന് ഒരു വളരെ ഗുണകരമായി പ്രോസിക്യൂഷന് സഹായിച്ചു. അതുപോലെ തന്നെ ഈ കേസിലെ ഒരു അന്തിമ വിധി വരുന്നതിനു വേണ്ടിയും ശേഖരിച്ച എല്ലാ തെളിവുകളും സഹായിച്ചിട്ടുണ്ട്. CCN മണ്ണാർക്കാട്.